മനുഷ്യടാ, ഞാൻ നേരത്തെ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ എന്തോ പറയുന്നുണ്ടായിരുന്നില്ലേ? എനിക്ക് ശരിക്കും അതങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താ സംഭവം? അതാണോ? ഞാൻ നിന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടില്ലല്ലോ എന്നെ കിട്ടിയത് നിന്റെ ഭാഗ്യാണെന്ന്. നീ വിശ്വസിച്ചില്ലല്ലോ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രേഖ കിട്ടിയിട്ടുണ്ട്. രേഖ അതാണ് രേഖ. എന്താ അറിയാ, നമ്മള് ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വഴക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് കരഞ്ഞു പോകുന്ന ആൾക്കാരില്ലേ? എനിക്കൊക്കെ പറ്റാറുണ്ട്. കരഞ്ഞു പോകുന്ന ആൾക്കാരില്ലേ? അവര് ലൈഫിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ടത്. അവരെയാണ് നമ്മൾ ലൈഫിൽ എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത്. എന്താ അറിയാ, ആ വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ അത്രയും അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവരെ വേദനിപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ കരഞ്ഞു പോകുന്നത്. ആ റിലേഷൻഷിപ്പിന് അവർ അത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ സമയത്ത് ഒരു വഴക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് കരഞ്ഞു പോകുന്നത്. കേട്ടോ? അല്ലാണ്ട് അവരുടെ കയ്യിൽ പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ടല്ല. പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും ന്യായം. പക്ഷേ ഈ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ അവർ അല്ലെങ്കിൽ ദേഷ്യത്തിലൊക്കെ നിൽക്കുമ്പോൾ അവരെ ഈ പോയിന്റ്സ് ഒക്കെ അവർ മറന്നു പോകും. അവരെപ്പോഴും ഈ വഴക്കിന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കും ആലോചിക്കുക. ആ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും അവരെ എപ്പോഴും അവർ പ്രയോറിറ്റി. അതാണ് പറ്റുന്നത്. പക്ഷെ എനിക്ക് അത്ര കൺവിൻസിങ് അല്ല. ഗവേഷണമാണ് മോളെ, ഗവേഷണം. അപ്പോൾ ഇങ്ങനെ വഴക്കിനിടയിൽ കരഞ്ഞു പോകുന്ന ഭർത്താവോ ഭാര്യയോ ഫ്രണ്ടോ പാർട്ട്ണറോ ഒക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരൊരിക്കലും വിട്ടുകളയാൻ പാടില്ല. കാരണം അവരുടെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും നിങ്ങളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അവർ അത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്. അവരെ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് ചേർത്ത് നിർത്തുക.